ഹലോ ഫ്രണ്ട്സ്, കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഇതാണ് നമ്മുടെ ആദിയോഗി ശിവ ടെമ്പിൾ. ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് സെറ്റായിട്ടാണ് ഇറങ്ങുന്നത്. അങ്ങനെ നേരെ ഇറങ്ങി നമ്മൾ ആദ്യം പോകുന്ന വഴിയിൽ കണ്ടത് ഇവിടെ പാലക്കാടുള്ള ലുലു മാളാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ലേ, വണ്ടി നേരെ അങ്ങോട്ട് കയറ്റി. ലുലു മാളിനെ കുറിച്ച് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ലല്ലോ. കാര്യം അവിടുത്തെ ഈ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി മാത്രമായിട്ടാണ് നമ്മളെല്ലാവരും കൂടുതൽ ലുലു മാൾ പോകുന്നത്. അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം ഫോക്കസ് ചെയ്ത് നമ്മൾ നേരെ ഉള്ളിലേക്ക് കയറി. നമ്മൾ സാധാരണ ലുലു മാളിൽ കയറുമ്പോൾ ആദ്യം നമ്മൾ പെട്ടെന്ന് കണ്ടുപോകുന്നത് നമ്മുടെ ഫുഡ് കോർട്ടിൻ്റെ അവിടേക്കാണല്ലോ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇവിടെ ഒട്ടധികം വെറൈറ്റികൾ എന്ന് വേണം ഞാൻ പറയാം. നമ്മുടെ സാധാരണ നമ്മുടെ കൊച്ചിയിൽ കാണുന്ന പോലത്തെ ലുലു മാളിലത്തെ ഒട്ടുമിക്ക സ്റ്റാളുകളും ഇവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ വാങ്ങി നേരെ മുകളിലേക്ക് പോയി. ഇതൊന്ന് തീർത്തിട്ട് വേണം ഇനി നമ്മുടെ ആദിയോഗി ശിവ ടെമ്പിളിൻ്റെ അവിടേക്ക് നമുക്ക് പോകാൻ. അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വണ്ടി എടുത്ത് ഇറങ്ങി. ഏതാണ്ട് ഒരു 120 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആദിയോഗി ശിവ ടെമ്പിളിലെത്താൻ. അതായത് നമ്മൾ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് ഏതാണ്ട് ഒരു 1-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഉള്ളിലേക്ക് കയറി നമ്മൾ ആദ്യം കണ്ടത് ആദിയോഗി ശിവ സ്റ്റാച്യൂവും പിന്നെ ഗംഭീര പാർക്കിങ്ങും. മഴയൊക്കെ പെയ്ത് മഡ് വഴിയാണ്. ഏതാണ്ട് ട്രാക്ടർ ഓടിക്കുന്ന പോലെ വേണം നമ്മളിവിടെ വണ്ടി ഓടിക്കേണ്ടത്. അങ്ങനെ ഒരു കണക്കിന് വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ നേരെ ആദിയോഗി ശിവ സ്റ്റാച്യു ലക്ഷ്യം വെച്ച് നടന്നു. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ്. അങ്ങനെ സ്റ്റാച്യുവിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആദ്യം ചെയ്യുന്നത് എന്താ, അവിടെ നിന്ന് അങ്ങോട്ട് ഫോട്ടോഷൂട്ട് അങ്ങോട്ട് എടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ലേ, ഇസുകുട്ടീനെ മുന്നിൽ നിർത്തി ചാറ പറയാന്ന് പറഞ്ഞിട്ട് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ ഫോട്ടോഷൂട്ടിൽ ഇസുകുട്ടി നല്ല രീതിയിൽ പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഈ ഒരു സ്റ്റാച്യുവിൻ്റെ പുറകിലായിട്ട് കുറച്ചൊരു 1-1.5 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോകുന്നത്. പോകുന്ന വഴിയിൽ നമുക്ക് സ്റ്റാച്യുവിൻ്റെ സൈഡൊക്കെ കാണാം. അതിഭീകരമാണ് ഈ ഒരു സ്റ്റാച്യുവിൻ്റെ വലുപ്പവും ആ സൈസൊക്കെ. അങ്ങനെ നമുക്ക് ആ ഒരു ടെമ്പിളിൻ്റെ അവിടേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഇലക്ട്രിക് റിക്ഷയും അതിന് പുറമെ കാളവണ്ടിയൊക്കെ ഉണ്ട്. ഒരു കാളവണ്ടിയിൽ ഏതാണ്ട് ഒരു 5-10 പേര് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഇസുകുട്ടിക്ക് കണ്ടപ്പോൾ ഒരു ചെറിയൊരു പേടി. അപ്പോൾ ഇസുകുട്ടി ചാടി എൻ്റെ മേത്ത് കയറി ഞങ്ങൾ നടക്കാൻ തുടങ്ങി. ഇസുകുട്ടിക്ക് കാളപ്പുറത്ത് പോണേയോളം കംഫർട്ട് എൻ്റെ തോളത്താന്ന് പറഞ്ഞ് അവൾ എൻ്റെ മേത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ചധികം തന്നെ നടക്കാണ്ട്. ഒരുപാട് പേര് അവിടെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു പോരുന്നുണ്ട്. വഴി സൈഡിലൊക്കെ ഒരുപാട് KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടേക്ക് വരാൻ പ്രൈവറ്റ് വെഹിക്കിൾ ഇല്ലാത്തവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സർവീസുകളൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ കൂടുതലും തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് പുറമെ കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കും കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ വീക്കെൻഡുകളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇപ്പോഴും നമ്മൾ ഈ കാണുന്നതാണ് ആ ടെമ്പിള്. പക്ഷേ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് കയറണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വെച്ച് ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് പോന്നു. ഈ ഒരു സ്റ്റാച്യുവിൻ്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേസിംഗ് ആണ്. കാര്യം സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സ്പോട്ട് വേറെ ഇല്ല എന്ന് തന്നെ പറയണം. ഞങ്ങളെപ്പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാൻ വന്ന ടൂറിസ്റ്റുകൾ തൊട്ട് ഇവിടെ മെഡിറ്റേഷനും പ്രയറിനും വരുന്നിരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് അവരെ സ്പോട്ട് ചെയ്യാൻ സാധിക്കും. നമുക്കിവിടെ വരാൻ പറ്റിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈവനിങ് ടൈമിലാണ്. കാര്യം ആ ഒരു ടൈമിൽ നല്ല കാറ്റും നല്ല തണലും, അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സമയം പോണതേ അറിയില്ല. മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഒരു സ്റ്റാച്യു സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ പേര് വെള്ളിയാങ്കിരി മലനിരകൾ എന്നാണ് അറിയപ്പെടുന്നത്. 2 കൊല്ലം കൊണ്ട് ഡിസൈൻ ചെയ്ത് 8 മാസം കൊണ്ട് നിർമ്മിച്ചു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഏതാണ്ട് ഒരു 112 അടി ഉയരമുള്ളതും 24 മീറ്റർ വീതിയിലും 147 അടി നീളത്തിലുമാണ് ഈ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. പൂർണ്ണമായും സ്റ്റീൽ കൊണ്ട് നിർമ്മിച്ച ഈ പ്രതിമ ഗിന്നസ് ബുക്കിലൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ പാവ് ബജി കണ്ടപ്പോൾ പാവ് ബജി കഴിക്കണമെന്നൊരാഗ്രഹം. ഒന്നും നോക്കിയില്ലേ, വേഗം പോയി വാങ്ങി. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്ന് ഞങ്ങൾ കുറച്ച് സമയം നിന്ന് കഴിഞ്ഞപ്പോൾ മഴയൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം നൈറ്റ് ഒരു 7 o'clock കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോ സ്റ്റാർട്ട് ചെയ്തു. ഇനി എന്തായാലും നിങ്ങളിത് മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഈ ഒരു വീഡിയോ കാണണം. അതായത് ഈ ഒരു വീഡിയോ ഈ ഒരു ശില്പത്തിൽ ഇതെങ്ങനെ ചെയ്തു എന്ന് എല്ലാവർക്കും അത്ഭുതം തോന്നിപ്പോവും. അത്രയും പെർഫെക്ഷനിലും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്.
ഈ ഒരു ലൈറ്റ് ഷോ ഏതാണ്ട് ഒരു അരമണിക്കൂർ നീണ്ടു നിൽക്കുന്നതാണ്. അത് ഞാൻ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ ഷോർട്ടായിട്ട് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കാൻ. അപ്പോൾ എനിക്ക് ചൂടെടുക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ഇസുകുട്ടി ഡ്രസ്സൊക്കെ വലിച്ചു കളഞ്ഞിട്ടിരിക്കുകയാണ്. അങ്ങനെ ആദിയോഗി ശിവ ടെമ്പിൾ കാണാൻ പോയ കാഴ്ചകളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.